നമുക്കൊരു ഫ്രോഗ് പൊട്ടിച്ച് കാസ്റ്റ് ചെയ്തിട്ട് ഒറ്റ കാസ്റ്റിൽ മീൻപിടുത്തം നിർത്തിപ്പോരേണ്ടി വന്ന വിഷമമായിരിക്കുമോ സന്തോഷമായിരിക്കുമോ? ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ റെക്സൻ. വെൽക്കം ടു മൈ ചാനൽ ടാക്ലിസ് വ്ലോഗ്സ്. അപ്പോൾ ടാക്ലിസ് വ്ലോഗ്സിൻ്റെ പുതിയ വീഡിയോ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളിവനെ എടുക്കുകയാണ് V6 റെഡ് ഇട്ട നല്ല റിസൾട്ടുള്ള ഒരു കളറാണ്. ഞാനിതിൻ്റെ വേറൊരു 3 പീസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. എന്തായാലും വരുമെന്ന് കൺഫേം ആണ്. അപ്പോൾ നമ്മളിവനെ എടുക്കേണ്ട ഒന്ന് യൂസ് ചെയ്യുന്നത്. ഓക്കെ, റിസൾട്ട് ഇട്ടാണ് വീഡിയോ ഇടാം. കേട്ടോ ഒന്നേകാക്കിലുണ്ട് വിരാലി. ഇതാണ് 100V6 കേട്ടാ. അപ്പം നമുക്ക് നല്ല അടിപൊളി ഒരു ട്രോഫി ക്യാച്ച് തന്നെയാണ് കിട്ടിയത്. പക്ഷേ അവൻ നമ്മുടെ റീല് വെള്ളത്തിലടിച്ച് നശിപ്പിച്ച്. ഇപ്പം നിങ്ങൾ ഈ കേട്ട ശബ്ദരേഖ അവനാ ഗ്രിപ്പർ തെറിപ്പിച്ചിട്ട് നമ്മുടെ റോഡും റീലും എല്ലാം വെള്ളത്തിലായി. കാരണം നമ്മൾ നോർമലി നമ്മളതിനെ കടിച്ച് പിടിക്കാറാണ് മതി. പക്ഷേ ഈ പ്രാവശ്യം നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയില്ല. ആ മീൻ വെള്ളത്തിൽ പോയി. എന്നാലും ഭാഗ്യം കിട്ട മീനായതുകൊണ്ട് അവനെ നമുക്ക് കിട്ടിയേട്ടാ. അവൻ്റെ കഴുത്തിൻ്റെ ഇടയിൽ കൂടി നമുക്ക് കൈയിട്ടാ മീനെ നമുക്ക് എടുക്കാൻ പറ്റി. ഗ്രിപ്പർ ഇട്ടിട്ട് ഒരു പ്രാവശ്യം കൂടി ഊരിപ്പോയി, എന്നിട്ടും കിട്ടി. അതെ, കണ്ടമാനം പേരെന്നോട് ചോദിച്ചിരുന്നത് ചൂണ്ട എന്തിനാ കടിച്ചു പിടിക്കണത്. അതായത് ഇങ്ങനെ പോകും വെള്ളത്തിലോട്ട്. നമ്മ പാടത്ത് നിന്നൊക്കെ ചൂണ്ടയിട്ട് ശീലമുള്ളവരാണെന്നുണ്ടെങ്കിൽ മാക്സിമം നമ്മൾ റോഡിനെ സംരക്ഷിക്കാൻ നോക്കും. കാരണം ഇതിപ്പോൾ ചക്ക പോലത്തെ ഒരു മീനടിച്ചിട്ടുണ്ട്. ആ മീനടുത്ത് വന്നപ്പോൾ അതിന് വായന ഊരിപ്പോയി. പിന്നെ അതിനെടുക്കാൻ വേണ്ടി ചാടി മീനെ കിട്ടിയേട്ടാ. മീനെ ഭാഗ്യത്തിന് കിട്ടി. ഗ്രിപ്പർ ഇട്ടിട്ട് പിന്നെ ഗ്രിപ്പറിൽ നിന്ന് ഊരിപ്പോയി. നല്ല മീനാണ്, നല്ല ചക്ക പോലത്തെ മീനാണ്. കാണിച്ചു തരാം ലാസ്റ്റ് കരയൊക്കെ കാണിച്ചു തരാം. അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ കടിച്ചു പിടിച്ചില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ട കൈ ഫ്രീ ആക്കാൻ പറ്റില്ല വേണ്ട. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ കിട്ടുക. സേഫാണെങ്കിൽ പോകില്ല. നീ റോഡിന് വലിയ വെയിറ്റ് ഇല്ല, സുഖമായിട്ട് ഇങ്ങനെ പിടിക്കുക. റീല് ഫുള്ള് വെള്ളത്തിൽ പോയി തന്നെ. ചെളിയൊക്കെ കഴിഞ്ഞ് റീലിൻ്റെ പണി കഴിഞ്ഞ്. റീലിങ് സർവീസ് ചെയ്യാൻ കൊടുത്തില്ലെങ്കിൽ റീലിൻ്റെ അടപ്പളവ് ഇപ്പം തന്നെ ഫുള്ള് വെള്ളമാണ്. ഇന്ന് രാവിലെ പൊട്ടിച്ചാണ്ടാ V6 റെഡ്. വേറെ കിട്ടുമെന്ന് ഒരു 3 പീസ് കൺഫേം ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ റെഡ് ഒന്ന് പൊട്ടിച്ച് നോക്കിയതാണ്. ചക്ക മീൻ. പക്ഷെ കഷ്ടാലത്തിന് ക്യാമറ ഇടത്തോട്ട് തിരിച്ചു വെച്ചിട്ട് വലത്തോട്ടാണ് എറിഞ്ഞത്. കറക്റ്റ് ടൈമിനടിച്ച് യോഗൂല സ്ട്രൈക്ക് ഇട്ടാൽ നല്ല ചക്ക പോലെ എനിക്ക് ചേർന്നാന്ന് വിചാരിച്ചിട്ട് ആലായിരുന്നു. ഇതാണ് നമുക്ക് അടിച്ച് മീനിട്ടാ. ആ വെള്ളത്തിൽ വെച്ച് കാണിക്കാൻ പറ്റില്ല. അതാണ് ഇങ്ങോട്ടേക്ക് എടുത്ത് കിടക്കാച്ച് മീനാണ്. ഇതല്ല, അവനെന്തോ കഷ്ടാലുണ്ട്. കാരണം ഗ്രിപ്പറിൽ നിന്നൊക്കെ തെറിച്ച് പോയിട്ട് ഭാഗ്യത്തിന് കിട്ടി. എൻ്റെ കയ്യിൽ കിട്ടി. സാധാരണ ഇതിൽ രാവിലെ വെള്ളത്തിൽ പോയി കിട്ടാറില്ല. ഇത്ര ഉണ്ട് കേട്ടോ എൻ്റെ വലിപ്പം. പിന്നെ നമ്മുടെ റീല് മൊത്തം ഡാമേജ് ആയി, വെള്ളത്തിൽ വീണ്. ഞാൻ ആ മീൻ ഗ്രിപ്പറിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞപ്പോൾ കുടഞ്ഞ് തെറിപ്പിച്ച് കളഞ്ഞു ഗ്രിപ്പർ.
അത് ചണ്ണ ഗ്രിപ്പറാണ്. അപ്പോൾ അതുകൊണ്ട് അത് വിട്ടുപോയി കഴിഞ്ഞിട്ട് ഞാൻ ചാടി പിടിച്ച് അല്ല ഭാഗ്യത്തിന് പിടിച്ച് കഴുത്തേക്കൂടി കഴിയിട്ട് എടുത്തു. പക്ഷെ അപ്പോഴെങ്കിലും റീല് ഫുള്ള് വെള്ളത്തിലായി. ഈ റീലിനെ നമ്മളെപ്പോഴും ഇങ്ങനെ കടിച്ചു പിടിക്കുന്നത് നമുക്ക് ഒട്ടായതുകൊണ്ടല്ല, നമുക്ക് ഇതിനെ നന്നായിട്ട് സേഫ്റ്റി ആയിട്ട് സൂക്ഷിക്കാൻ പറ്റും. നമ്മൾ ഈ സ്ഥിരം വെള്ളത്തിൽ ഇറങ്ങി പാടങ്ങളിലും ചെറിയ ചെറിയ വെട്ടുകളിലൊക്കെ ഇറങ്ങി ചെന്നിടുന്നതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ശീലമായി പോയതുണ്ട. അങ്ങനെ പിടിച്ചാൽ സേഫാണ്, പിന്നെ പോവില്ല മീൻ. അപ്പം അതുകൊണ്ട് നമ്മളങ്ങനെ ചെയ്ത് ശീലമായിപ്പോയി. അതുകൊണ്ടാണ് അങ്ങനെ വന്നെ കേട്ടോ. അപ്പോൾ V6ൻ്റെ റിസൾട്ട് ഓൾറെഡി കണ്ടല്ല, പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല. റെഡ് ഞാൻ പൊട്ടിക്കാണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ മീൻ കിട്ടിയേക്കണ റെഡിലാണ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഞാൻ എൻ്റെ റീല് സർവീസ് ചെയ്യാൻ നോക്കട്ടെ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ ബൈ. വേറെ റീൽ ഒപ്പിക്കാൻ നോക്കട്ടെ. എന്തായാലും നമ്മൾ ബെയ്റ്റ് കാസ്റ്റിങ്ങിന് കുറച്ച് ദിവസം വീഡിയോ പറഞ്ഞേക്കായിരുന്നു. മാക്സിമം നമ്മളിനി ബെയ്റ്റ് കാസ്റ്റിനെ സർവീസ് ചെയ്തെടുക്കണം.